1930 നമ്മൾ മനുഷ്യർ പ്ലൂട്ടോയെ കണ്ടെത്തിയത് മുതൽ നെപ്റ്റ്യൂണിന് ശേഷം നമ്മുടെ സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹം പ്ലൂട്ടോയായി. പക്ഷേ 2006 പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല എന്ന് തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഇതുപോലെ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റിനെ പ്ലാനറ്റ് എന്ന് വിളിക്കണമെങ്കിൽ അവയ്ക്ക് കൃത്യമായ ചില ക്വാളിറ്റീസ് വേണം എന്ന് തീരുമാനിച്ചു. പ്രധാനമായി 3 കണ്ടീഷൻസ് ആണ് വെച്ചത്. ഒന്നാമത്തത് അത് സൂര്യനെ വലം വെക്കണം എന്നായിരുന്നു. രണ്ടാമത്തത് ഏകദേശം സ്ഫെറിക്കൽ ഷേപ്പിൽ ഉണ്ടായിരിക്കണം എന്നതായിരുന്നു. ഈ 2 കാര്യങ്ങളും നമ്മുടെ പ്ലൂട്ടോയ്ക്ക് ഓക്കെയാണ്. പക്ഷെ 3ാമത്തെ കണ്ടീഷനാണ് പണി കൊടുത്തത്. ഒരു പ്ലാനറ്റ് ആകണമെങ്കിൽ അതിന്റെ ഓർബിറ്റിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഗ്രാവിറ്റേഷണലി ആ ഗ്രഹം തന്നെയായിരിക്കണം ഡൊമിനന്റ്. അതായത് കാലക്രമേണ സ്വന്തം ഗ്രാവിറ്റിയുടെ സ്വാധീനത്തിൽ ചുറ്റുമുള്ള ചെറിയ വസ്തുക്കളെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുകയോ ചെയ്ത് ആ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയണം. എന്നാൽ പ്ലൂട്ടോയുടെ ഗ്രാവിറ്റിക്ക് അതിന് മതിയായ ശക്തിയില്ല. നെപ്റ്റ്യൂണിന് ഒരുപാട് അപ്പുറമുള്ള കോടിക്കണക്കിന് പാറകളും മഞ്ഞകട്ടകളും നിറഞ്ഞ ഒരു ഏരിയയാണ് കൈപ്പർ ബെൽറ്റ്. ഇതിനുള്ളിലെ ഏറ്റവും വലിയ ഡ്വാർഫ് പ്ലാനറ്റ്സിൽ ഒന്നാണ് പ്ലൂട്ടോ. കൈപ്പർ ബെൽറ്റിലെ മറ്റു പാറ കഷ്ണങ്ങളെയൊക്കെ പോലെ പ്ലൂട്ടോയും സൂര്യനെ വലം വെക്കുന്നു.